നമസ്കാരം. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ഇനിയും കാത്തിരിക്കണം. സാങ്കേതിക തടസ്സം കാരണം കേസ് പരിഗണിക്കുന്നത് റിയാദ് കോടതി ഇന്നും നീട്ടിവെച്ചു. ഡിസംബർ 30 വ്യാഴാഴ്ച രാവിലെ 11:30 പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു. കോടതിയിലെ മുഴുവൻ കേസുകളും മാറ്റിവെച്ചതായി റഹീം നിയമസഹായ സമിതി പറഞ്ഞു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി നാട്ടിലുള്ള ഉറ്റവർ കാത്തിരിക്കവെയാണ് 4ാമത്തെ കോടതി സിറ്റിംഗ് മാറ്റിവെച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 റിയാദ് ക്രിമിനൽ കോടതിയിൽ ചേരാൻ നിശ്ചയിച്ച സിറ്റിംഗ് സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചതോടെയാണ് മോചനവിധി ഇനിയും നീളുന്നത്. റഹീമിന്റെ സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട മകന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിലാണ് 18 വർഷമായി അബ്ദുൾ റഹീം ജയിലിൽ കഴിയുന്നത്. കഴിഞ്ഞ 2 തവണയും കേസിൽ വിധി പറയുന്നത് മാറ്റിവെച്ചിരുന്നു. അതിനാൽ ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകുമെന്നായിരുന്നു കുടുംബം പ്രതീക്ഷിച്ചിരുന്നത്. ഡിസംബർ 8 മാറ്റിവെച്ച കേസ് 4 ദിവസം കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുന്നത് ജയിൽ മോചനത്തിന് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്നും വിലയിരുത്തപ്പെട്ടിരുന്നു. മോചന ഹർജിയിൽ ആദ്യ സിറ്റിംഗ് ഒക്ടോബർ 21 നടന്നത്. എന്നാൽ ബെഞ്ച് മാറിയെന്നും വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് തന്നെയാണ് മോചന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞ് കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ നവംബർ 17 വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് കേസ് പരിഗണിച്ചു. എന്നാൽ വിഷയം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുള്ളതിനാൽ മറ്റൊരു സിറ്റിംഗ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കേസ് മാറ്റി. ഡിസംബർ 8 നടന്ന അടുത്ത സിറ്റിംഗിലും വിധി പറഞ്ഞില്ല. മോചനവുമായി ബന്ധപ്പെട്ട തുടർച്ചയായ 4ാമത്തെ കോടതി സിറ്റിംഗാണ് ഇന്ന് നിശ്ചയിച്ചിരുന്നത്. അതാണ് സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിയത്. റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടല്ല സിറ്റിംഗ് നീട്ടിയതെന്നും മറിച്ച് റിയാദ് കോടതിയിലുണ്ടായ സാങ്കേതിക കാരണങ്ങളാണ് ഇതിലേക്ക് നയിച്ചതെന്നും റഹീം നിയമസഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഓൺലൈൻ വഴിയാണ് കോടതി ചേർന്നത്. ഇന്ന് ലിസ്റ്റ് ചെയ്ത ഒരു കേസും പരിഗണിച്ചില്ല. ഇന്ന് വിധി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് 99% പ്രതീക്ഷിച്ചിരുന്നതായും എല്ലാ രീതിയിലും സജ്ജമായിരുന്നെന്നും റഹീം നിയമസഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു. 1.5 കോടി സൗദി റിയാൽ, അതായത് 34 കോടിയിലേറെ ഇന്ത്യൻ രൂപ ദയാധനം നൽകുകയും കോടതി വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്തെങ്കിലും പബ്ലിക് റൈറ്റ്സ് പ്രകാരമുള്ള കേസിൽ തീർപ്പുണ്ടാകാത്തതിനാൽ മോചന കാര്യത്തിൽ അനിശ്ചിതത്വം തുടർന്നിരുന്നു. ഇന്ന് ചേർന്ന കോടതിയിൽ നിന്ന് അന്തിമ വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. മോചന ഉത്തരവ് പ്രതീക്ഷിച്ചിരുന്ന അബ്ദുൾ റഹീമിന്റെ കുടുംബത്തിന് വേദനയായി കോടതി നടപടികൾ നീളുകയാണ്. മോചനം വൈകുമ്പോൾ കണ്ണീരോടെയുള്ള കാത്തിരിപ്പിലാണ് പൊന്നുമ്മയും കുടുംബാംഗങ്ങളും.